ഏറ്റവും ഒടുവിൽ താങ്കൾക്കെതിരെ ഇപ്പോൾ മീഡിയ വണിലാണെന്ന് തോന്നുന്നു ഒരു ചർച്ചയിൽ പറഞ്ഞ കേരളത്തിന് പുറത്ത് സാമ്പത്തികം ഉപയോഗിച്ച് അവിടെ സ്ഥലം വാങ്ങിക്കൂട്ടുന്നു എന്ന് പറഞ്ഞുള്ള ഒരു പരാമർശത്തിൽ നേരിട്ട് ഫേസ്ബുക്കിൽ തന്നെ വിശദീകരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള മാധ്യമങ്ങളുടെ ഈ തരത്തിലുള്ള പ്രചരണങ്ങളിൽ സ്വയം നേരിട്ട് ഇറങ്ങി ചെന്ന് വിശദീകരിക്കുന്ന അധികം അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ നേരിടാൻ തീരുമാനിച്ചിട്ട് ആണോ മുന്നോട്ട് പോയത്? അങ്ങനെയല്ല, നമ്മൾ പെട്ടെന്ന് ഞാനത് ആദ്യം അങ്ങനെ ശ്രദ്ധിച്ചിരുന്നില്ല, നമ്മൾ കാണുന്നില്ല. പിന്നെ നോക്കി കഴിഞ്ഞപ്പോഴാണ് അത് അങ്ങനെ ഒരു സ്വാഭാവികമായിട്ടല്ല, ഒരു പ്ലാന്റാ. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഞാനും എൻ്റെ വൈഫൊക്കെ ജനിക്കുന്നതിന് മുമ്പ് വൈഫിൻ്റെ അച്ഛൻ അവരുടെ പേരിലുള്ള ഇതാണ്. ആ സ്ഥലത്ത് കാട് പിടിച്ചിടക്കിയത് നമ്മളിപ്പോൾ ഇടയ്ക്ക് കൃഷി ഞാൻ പ്രോത്സാഹിപ്പിച്ച ഘട്ടത്തിൽ നല്ല കൃഷിയൊക്കെ തുടങ്ങി. അപ്പോൾ അങ്ങനെ മന്ത്രി അതിനു ദിവസം ഏഷ്യനെറ്റ് തന്നെ വലിയൊരു ഇന്റർവ്യൂ അവിടെ നടത്തുകയുണ്ടായി. അപ്പോൾ ഇത് കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഇയാൾക്ക് എന്തോ ഒരു കൃഷിയുടെ ഉണ്ടല്ലോ, ഇത് കാണുമ്പോൾ ഇത് അവിടെയാണല്ലോ, അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പോകാത്ത സ്ഥലമാണ്, ഇതുവരെ പോയിട്ടില്ല. ഇതാണെങ്കിൽ നമ്മുടെ ഇത് കൊടുക്കുമ്പോൾ തന്നെ ഇൻഹെറിറ്റൻസ് പാരമ്പര്യമായി കിട്ടുന്നതാണ് പ്രത്യേകം അസറ്റിൽ എഴുതുന്നുണ്ട്. ഇപ്പോൾ ചിലരിപ്പോൾ കാണില്ല ഇയാൾ വലിയ. ഇപ്പോൾ എൻ്റെ അമ്മയുടെ നമ്മുടെ നാട്ടിലുള്ള അമ്മ ജനിക്കുന്നതിന് മുമ്പ് അമ്മയുടെ അമ്മയ്ക്കുള്ള സ്ഥലമാണ്. ആ സ്ഥലത്തിന്റെ വാല്യൂ നമ്മൾ ഇതിനകത്ത് കാണിക്കും. പക്ഷെ അതിനകത്ത് എഴുതുന്നുണ്ട് പിന്തുടർച്ചാണ്, അത് ഇപ്പോൾ അവരുടെ പേരിലാണ്, അവരുടെ പേര് തന്നെ ഉള്ളതാണെങ്കിലും നമ്മുടെ അസറ്റിന്റെ പേര് കിടക്കുന്നത് കൂട്ടിയിട്ടൊക്കെ പറയാം. അപ്പൊ അങ്ങനെ കാണുന്ന ആൾക്ക് ചിലപ്പോൾ തോന്നുന്നു ഇത് അങ്ങനെയാണല്ലോ എന്നാൽ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ പോലെ, ഒരു മാനുഫാക്ചറിങ് പോലെ വന്നു. അപ്പോഴാണ് ചിലർ വിളിച്ച് എങ്ങനെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് ഈ തിരക്കിനിടയിൽ ഇതിനൊക്കെ മറുപടി വീണ്ടും ഊർജ്ജം കാണുന്നു. അപ്പൊ അതൊരു വളരെ ഞാനത് പിന്നെ നോക്കിയപ്പോ ശാന്തമായി, വളരെ അറിയാവുന്നതാണല്ലോ, കൊച്ചിയിൽ അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതൊരു പ്രത്യേക രീതിയാണ്. അത് കടുത്ത ഒരു നിലയുള്ളവർക്കാണ് ഇങ്ങനെ ശാന്തമായി കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പലരും പറയാറുണ്ട്. അപ്പൊ അത് കണ്ടപ്പോൾ ഒന്ന് നന്നായി ആളുകൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു.